അപ്പോൾ ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു 300 രൂപയുടെ ട്രൂ വയർലെസ് ഇയർഫോണാണ്. 300 രൂപയ്ക്ക് ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ കിട്ടുമോ? കിട്ടും. എവിടെയാണ് കിട്ടുന്നത്? ഇത് പേടിഎമ്മിലാണ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ പേര്. ഇത് ജനറിക് ആയിട്ടുള്ള ഒരു ഇയർഫോണാണ്. അതായത് നമുക്കിപ്പോൾ അലി എക്സ്പ്രസ്സിലൊക്കെ 100-200 രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് പേടിഎമ്മിൽ നിന്നാണ്. 300 രൂപയല്ല, കറക്റ്റ് ഒരു മിനിറ്റ്, 300 രൂപയല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ 265 രൂപയ്ക്ക് വാങ്ങിച്ച ട്രൂ വയർലെസ് ഇയർഫോണാണിത്. ഇതിൻ്റെ പേര് i7s TWS എന്നാണ്. അപ്പോൾ ഞാൻ പേടിഎമ്മിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. 295 രൂപയാണ് അതിനായത്. 30 രൂപയുടെ ക്യാഷ് ബാക്കും ലഭിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സാധനം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഐറ്റം എങ്ങനെയുണ്ട്, ഈ സാധനം എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ചീത്തയാണ്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു 300 രൂപയ്ക്ക് നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ കാണുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ അൺബോക്സിങ് കണ്ടു. പ്രത്യേകിച്ച് അൺബോക്സ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതിനകത്തൊരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ഈ ബോക്സിന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുമാതിരി ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു ഐറ്റത്തിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു USB കേബിളും കിട്ടിയിട്ടുണ്ട്. അത് ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു സൈഡിൽ നമുക്ക് ലൈറ്റ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല, ചാർജ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ചാർജർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചാർജ് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇത് എൻ്റെ ഫോണിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ആവുമോ ഇല്ലയോ എന്നെങ്കിലും അറിയണ്ടേ. ചിലപ്പോൾ അത് ഒരു സൈഡൊക്കെ കണക്ട് ആവുകയുള്ളായിരിക്കുള്ളൂ. 300 രൂപയ്ക്ക് നമുക്ക് അധികം ഒന്നും അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, കണക്ട് ആവുമോ എന്നൊക്കെ നോക്കാം. ആദ്യം എടുത്ത് ചെവി, ഓക്കെ, പവർ ഓൺ. ഇതിൽ പവർ ഓൺ എന്ന് തോന്നുന്നു. ഇതിൽ പവർ ഓൺ എന്നൊക്കെ വന്നു. കണക്റ്റഡ്, എന്താ ഇതിൻ്റെ പേര്, TWS i7. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കണക്റ്റഡ് എന്ന് സൗണ്ട് ഇപ്പോഴാണ് വന്നത്. നേരത്തെ വേറെ എന്തോന്ന് പറഞ്ഞു തോന്നുന്നു. കണക്റ്റ് ആയിട്ടുണ്ട്. TWS i7 എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. കോൺടാക്ട് ഷെയറിംഗ്, ഫോൺ ഓഡിയോ, കണക്റ്റഡ് മീഡിയ, ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ആവില്ലെന്ന് നോക്കാം എങ്ങനെയുണ്ട് സൗണ്ടെന്ന്. സ്പോട്ടിഫൈ എടുക്കട്ടെ. സൗണ്ടൊന്നും വരുന്നില്ലല്ലോ. സൗണ്ട് തന്നെ ഓഫ് കൊടുക്കും. അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും കൂടെ പറ്റില്ല. ബാക്കിയുള്ള TWS ഒക്കെ എടുത്താൽ, കുറച്ചുകൂടെ വിലയുള്ള ഒരു TWS ഒക്കെ എടുത്താൽ നമുക്ക് ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ പാട്ട് സ്റ്റോപ്പ് ആവേണ്ടതാണ്. അതൊന്നും നമുക്ക് ഈ ഒരു സാധനത്തിൽ കിട്ടുന്നില്ല. അത് പിന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. നമുക്ക് സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. എങ്ങനെയുണ്ട് കാര്യം, എന്താണ് ക്വാളിറ്റി, അതൊക്കെ. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 150 രൂപയുടെ ഒക്കെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഇയർഫോൺ അല്ല, അതേപോലത്തെ ഒരു സൗണ്ട് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അധികം അങ്ങോട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഒരു ടിന്നി ആയിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്. പിന്നെ ബേസ് ഉണ്ടോ ചോദിച്ചാൽ ബേസൊന്നും കാര്യമായിട്ടില്ല. സൗണ്ട് തരക്കേടല്ല. 300 രൂപയ്ക്ക് നമുക്ക് ഒരു വയർലെസ് ഇയർഫോണൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതിലെ സൗണ്ട് നമുക്ക് സൗണ്ട് കേൾക്കാം എന്ന് മാത്രമല്ല, അത് നമുക്ക് മ്യൂസിക്കൊന്നും അധികം അങ്ങോട്ടും അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ മാത്രമുള്ള സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇയർഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഫീച്ചേഴ്സ് ഒന്നും അധികമൊന്നും ഇല്ല. അപ്പോൾ പറയാനുള്ള ഒരു വെറുപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചത്, ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ബ്ലൂ കളർ ലൈറ്റ് ഫുൾ ടൈം ഇങ്ങോട്ട് കത്തിക്കൊണ്ടിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇയർബഡ്സ് എടുത്ത് ഉള്ളിലോട്ട് വെച്ചു. ഇയർബഡ് അതായത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർബഡിലൊരു കളർ കാണാൻ പറ്റും. പച്ചയും ചുവപ്പും നീലയും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന പോലെ ഈ ഇയർബഡ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുവപ്പും നീലയുമായിട്ട് ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നല്ലൊരു വെറുപ്പിക്കലാണ്. ആ പ്ലാസ്റ്റിക് ഒന്നും അത്രയും വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് ഫുൾ ആ ഇയർബഡ്സിൻ്റെ ആ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 300 രൂപയ്ക്ക് ഇത്ര ക്വാളിറ്റി നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും എയർപോഡ്സ് പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല, എയർപോഡ്സിനെക്കാട്ടും കുറച്ചുകൂടെ സൈസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എയർപോഡ്സ് ഒന്നും കാണാതെ ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ ചിലപ്പോൾ എയർപോഡ്സ് ആയിട്ട് തോന്നും എന്നത് വേറൊരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ. ഇപ്പോൾ അത് ഈ ഇയർബഡ്സ് കണ്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എയർപോഡ്സിൻ്റെ ഒരു ക്ലോൺ പോലെയൊക്കെ തന്നെയുണ്ട്. എയർപോഡ്സിൻ്റെ അത്രയും വലിയൊരു സൗണ്ട് അല്ല, എയർപോഡ്സിൻ്റെ അത്രയും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഷേപ്പൊക്കെ കണ്ടാൽ ശരിക്കും ഒരു എയർപോഡ്സ് പോലെ തന്നെ തോന്നിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ചെവിയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ സഞ്ചരിക്കുക ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ എയർപോഡ്സ് ആണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും. അത് വേറൊരു കാര്യം. പിന്നെ പറയാനുള്ളത് നമുക്കിതിൽ ടച്ച് കൺട്രോളൊന്നും വരുന്നില്ല. പകരം നമുക്ക് ലഭിക്കുന്ന ഒരു ബട്ടൺ മാത്രമാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സോങ് മാറ്റാനുള്ളതും അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ബട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ബട്ടണൊക്കെ വർക്ക് ചെയ്യുമോ എന്ന് നോക്കിയില്ല, ബട്ടൺ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഇതിൽ ബട്ടൺ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഈ മാനുവലൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതിൽ നമുക്ക് ബട്ടൺ എന്തൊക്കെ ചെയ്യും എന്നൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഒരു തവണ പ്രസ് ചെയ്താൽ പാട്ട് നിൽക്കും. അയ്യോ, 2 തവണ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റീസെൻറ്റ് കോൾ പോവുക ചെയ്തത്. ആ ഒരു 2 ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു സിംഗിൾ പ്രസ്സിൽ നമുക്ക് സോങ് നിൽക്കും. ഡബിൾ പ്രസ് ചെയ്താൽ റീസെൻറ്റ് കോൾ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണോ എന്തോ. ഇനി നോക്കാനുള്ളത് കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരാളെ വിളിച്ച് നോക്കാം. ഹലോ, സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. റെക്കോർഡ് ചെയ്യാനല്ലേ? അങ്ങനെയുണ്ട്. ഇല്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമില്ല. ഓക്കെ, കോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കിതിൽ കോൾ കേൾക്കുന്നവരെ അത്രയും വലിയ ക്ലിയർ ഒന്നുമല്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലും അത്ര വലിയ ക്ലിയർ ഒന്നുമല്ല. അപ്പോൾ കോളിന് വേണ്ടിയൊന്നും ഇതൊന്നും ആരും വാങ്ങിക്കരുത്. ജസ്റ്റ് ഒരു ഷോ ഓഫിന് വേണ്ടി മാത്രം വാങ്ങിക്കുക എന്നായിരിക്കും പറയാൻ പറ്റുക. അപ്പോൾ ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഞാൻ എന്തായാലും ഫോണ് ഇവിടെ കണക്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അത്യാവശ്യത്തിന് റേഞ്ചൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പുറത്തെ റൂമിൽ പോയിട്ട് നോക്കിയാൽ പോലും നമുക്കിതിൻ്റെ ഒരു റേഞ്ചൊന്നും കട്ടായിട്ടുണ്ടായിരുന്നില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും നേരം ഉപയോഗിച്ചിട്ട് നമുക്കിതിലൊരു കണക്ടിവിറ്റി ഇഷ്യൂസോ ഒരെണ്ണത്തിൽ കേൾക്കുകയോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇനി അത് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യൂ, ചിലപ്പോൾ 2 വർക്ക് ചെയ്യില്ല എന്നൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തരക്കേട്ടില്ല. നമുക്കൊരു 300 രൂപയ്ക്ക് ഒരു TWS വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് അത്രയ്ക്കും വലിയൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല. സൗണ്ട് ക്വാളിറ്റി ആയാലും അത്രയ്ക്കും വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു എയർപോഡിൻ്റെ ഒരു ക്ലോണായിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ എയർപോഡൊക്കെയാണെന്ന് ആൾക്കാരെ ഒന്ന് കാണിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 300 രൂപയുടെ എയർപോഡിൻ്റെ ക്ലോൺ എങ്ങനെയുണ്ട്? 300 രൂപയ്ക്ക് തിരക്കേടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഷോ ഓഫിന് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒരുപാട് അങ്ങോട്ട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. എനിക്ക് കിട്ടിയതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. കണക്ടിവിറ്റി ഇഷ്യൂ, പാട്ട് കേൾക്കാതെ ഇരിക്കുകയോ കാരണം വർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസൊന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതേപോലെ കിട്ടണം എന്നുമില്ല. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു ക്വാളിറ്റി കൺട്രോളൊന്നും ആയിരിക്കില്ല. ഈ ഐറ്റം വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വാങ്ങണോ അതോ വേണ്ടയോ? ഞാൻ സജസ്റ്റൊന്നും ചെയ്യില്ല. ഒരു 1000 രൂപ വരെയെങ്കിലും അല്ലെങ്കിൽ 1300 രൂപ വരെയെങ്കിലും പോയിട്ട് ആ റെഡ്മിയുടെ ഇയർബഡ്സ് അല്ലെങ്കിൽ ഒരു ബോട്ടിൻ്റെ ഒരു ഐറ്റം ഉണ്ട് 441, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. മാക്സിമം നമുക്കൊരു കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വാറൻറ്റിയൊക്കെ കിട്ടുന്ന ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുക. ഇത്രയ്ക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഷോ ഓഫിന് വേണ്ടി മാത്രം എയർപോഡാണെന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എയർപോഡ് ക്ലോൺസിൻ്റെ വീഡിയോ. ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഇതേപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് റിവ്യൂ അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇതേപോലെ ചീപ്പായിട്ടുള്ള എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.